മകന്റെ കൊലപാതകികൾക്ക് നിയമത്തിന്റെ പരമാവധി ശിക്ഷ നൽകുന്നത് കാത്തിരിക്കുകയാണ് അനന്തു ഗിരീഷിന്റെ മാതാവ്. 2019 നടന്ന കൊലപാതകത്തിൽ 5 വർഷത്തിനിപ്പുറവും കുടുംബത്തിന് നീതി ലഭ്യമായിട്ടില്ല. കുടുംബത്തിന്റെ ഏക അത്താണി നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായെങ്കിലും നീതിക്കായി പോരാടുകയാണ് ഈ കുടുംബം. 2019 അനന്തു ഗിരീഷ് എന്ന ചെറുപ്പക്കാരനെ വാഹനത്തിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് അതിക്രൂരമായി കൊലപാതകത്തിന് ഇരയാക്കി. നാട് നടുങ്ങിയ അനന്തു ഗിരീഷിന്റെ കൊലപാതകത്തിൽ വിചാരണ നടപടികൾ 5 വർഷങ്ങൾക്കിപ്പുറവും വൈകുകയാണ്. ഈ വിചാരണ വൈകിയത് തന്നെയാണ് ഇതേ പ്രതികൾ തിരുവനന്തപുരം നഗരമധ്യത്തിൽ മറ്റൊരു കൊലപാതകത്തിന് കൂടി കളമൊരുക്കിയത്. അനന്തു ഗിരീഷിന്റെ മരണത്തിൽ വിചാരണ വൈകിയതിനാൽ ഇതുവരെയും തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ലെന്ന് അനന്തുവിന്റെ കുടുംബം പറയുന്നു. ഇതുവരെയും ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ വെന്ത് നീറിയാണ് ഞങ്ങൾ ഈ കുടുംബം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെയും നമുക്ക് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒന്നും വക്കീലിന്റെ ഭാഗത്തുനിന്ന് ഒന്നും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്നും നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഓരോ കേസ് വരുമ്പോഴൊക്കെ. എന്നിട്ട് അവർ അടുത്ത മാസം എടുക്കാം അങ്ങനെ പറഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. ഇതുവരെയും നമുക്ക് നീതി കിട്ടിയില്ല. അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ജഡ്ജി മാറി, അല്ലെങ്കിൽ അടുത്ത കോടതി നെടുമങ്ങാട് കോടതിയിലോട്ട് ഇപ്പം മാറ്റിയേക്കണം എന്ന് പറഞ്ഞു. അത് തിരുവനന്തപുരം ആയിരുന്നു, വഞ്ചൂരായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് നെടുമങ്ങാട് SC ST ഇതിലോട്ട് മാറ്റിയെന്നാണ് പറയുന്നത്. അപ്പം അവിടെയാണ് കേസെടുക്കുക. അവിടെ ജഡ്ജിയെ നിയമിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനി ഒരു അമ്മയ്ക്കും ഇതേ പ്രതികളാൽ ഇത്തരം ദുരനുഭവം ഉണ്ടാകരുത്. അനന്തു ഗിരീഷിന്റെ അമ്മയുടെ വാക്കുകളാണ്. അവസാന ദിവസവും തന്റെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കഴിച്ച ശേഷമാണ് അനന്തു യാത്രയായത്. തന്റെ മകന് വേണ്ടി മരണം വരെയും നീതിക്കായി പോരാടുമെന്നും ഈ അമ്മ പറയുന്നു. പിന്നെ ഞങ്ങൾ മരിക്കുന്നവരെ അത് വേണമല്ലോ, അതുണ്ടാവും. ഞങ്ങൾ മരിക്കുന്നവരെ ഉണ്ടാവും. നമ്മൾ അതിനാണല്ലോ ജീവിക്കുന്നത്. നിരവധി കാരണങ്ങൾ പറഞ്ഞാണ് വിചാരണ നടപടികൾ വൈകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലായിരുന്ന കേസ് അടുത്തിടെയാണ് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റിയത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെടുമ്പോഴും എന്തിനൊക്കെയോ വേണ്ടി വീണ്ടും കാലതാമസം ഉണ്ടാവുകയാണ്. ജനം, തിരുവനന്തപുരം.